നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡുവൽ പർപ്പസ് ബ്രീഡ്സിനെ കുറിച്ചാണ്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഡുവൽ പർപ്പസ് ബ്രീഡ്സ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നിട്ടും ഉണ്ട്. ഡുവൽ പർപ്പസ് ബ്രീഡ്സിന് ഉദാഹരണങ്ങൾ ഡിയോണി, കാങ്ക്രജ്, ഹരിയാന, താർപാർക്കർ. ഈ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഡുവൽ പർപ്പസ് ബ്രീഡ്സ് എന്നാൽ പാലിനും ജോലിക്കും വേണ്ടി ഉപയോഗിക്കുന്നവയാണ് ഡുവൽ പർപ്പസ് ബ്രീഡ്സ്. ഡുവൽ പർപ്പസ് ബ്രീഡ്സിൻ്റെ ബോഡി ക്യാരക്ടേഴ്സ്: ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടേഴ്സ് ബിറ്റ്വീൻ ഡയറി ആൻഡ് ഡ്രോഡ് ബ്രീഡ്സ്. ഡയറി ബ്രീഡ്സിൻ്റെയും ഡ്രോഡ് ബ്രീഡ്സിൻ്റെയും ഏറെക്കുറെ സാമ്യമുള്ളവയാണ് ഡുവൽ പർപ്പസ് ബ്രീഡ് എന്ന് പറയുന്നത്. അതായത് പാലിനും ജോലിക്കും ഇവയെ ഉപയോഗിക്കാം. ആദ്യം ഡിയോണി. ഒറിജിൻ ആന്ധ്രാപ്രദേശ്. ക്യാരക്ടേഴ്സ് നോക്കാം. ദേ റിസംബിൾ ദ ഗിർ ബ്രീഡ് ബട്ട് ലെസ് പ്രൊനൗൺസ്ഡ് ഫോർഹെഡ്, മീഡിയം സൈസ്, സ്ട്രെയിറ്റ് ബാക്ക്, ഹെവി ഡ്യൂലാപ്പ്, പെൻഡുലർ ഷീത്ത്. കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ വൈറ്റ് വിത്ത് ഇറഗുലർ പാച്ചസ് ഓർ സ്പോട്ട്. മിൽക്ക് ഈൽഡ് പെർ ലാക്ടേഷൻ 900 kg. They are moderately good milkers. Bullocks are suited for heavy work. ഡിയോണി ആന്ധ്രാപ്രദേശിലുള്ളതാണ്. നല്ല ഡ്യൂലാപ്പും ഹമ്പും ഷീത്തുമൊക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ള പ്രത്യേകത. ഡയറി ക്യാരക്ടേഴ്സും റോഡ് ക്യാരക്ടേഴ്സും ഇവ കാണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഡിയോണി വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ വെള്ളയിൽ കറുത്ത പാച്ചസോ സ്പോട്ടുകളോ ഉണ്ടായിരിക്കും. ലാക്ടേഷൻ വരുന്നത് 900 kg ആണ്. ഇവയെ 2 രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. പ്രധാനമായിട്ടുള്ള നിറം വെള്ളയാണ്. വെള്ളയിൽ കറുത്ത പാച്ചസും കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ പാല് തരികയും നല്ല ഹെവി വർക്കിന് ബുള്ളോക്സിന് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അടുത്ത ബ്രീഡ് കാങ്ക്രജ്. കാങ്ക്രജ് ഒറിജിൻ ഗുജറാത്ത്. ക്യാരക്ടേഴ്സ് നോക്കാം. ഹെവിയസ്റ്റ് ഇന്ത്യൻ കാറ്റിൽ ബ്രീഡാണ് കാങ്ക്രജ്, അല്ലെങ്കിൽ ലാർജസ്റ്റ് ഇന്ത്യൻ കാറ്റിൽ ബ്രീഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 500 kg ആണ് ഇതിൻ്റെ ഭാരം വരുന്നത്. മോസ്റ്റ് പവർഫുൾ ബ്രീഡ് എമംഗ് ഇന്ത്യൻ കാറ്റിൽ. ഇന്ത്യൻ കാറ്റിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ബ്രീഡാണ് കാങ്ക്രജ്. ക്യാരക്ടേഴ്സ് നോക്കാം. ബ്രോഡ് ഫോർഹെഡ്, സ്ലൈറ്റ്ലി ഡിഷ്ഡ് ഇൻ ദ സെൻറ്റർ. ഹോൺസ് ആർ തിക്ക്, ക്യാരക്ടറിസ്റ്റിക്കലി അയർ ഷേപ്ഡ്, ക്രൗൺ ഷേപ്ഡ് ഓർ ക്രസൻറ്റ് ഷേപ്ഡ്. ഒരു കിരീടം എടുത്തു വെച്ചതുപോലുള്ള ഹോൺസാണ് ഇവയ്ക്കുള്ളത്. The gait is peculiar to the breed and is called 1 and 1/4 paces or സവായിച്ചൽ. കാങ്ക്രജിനെ മറ്റൊരു പേര് സവായിച്ചൽ എന്നാണ്. കാരണം അവയുടെ നടത്തം അതൊരു 1.5 നടത്തമാണ്. ആടിയുലഞ്ഞാണ് ഇവ നടക്കുന്നത്. താളാത്മകമായി ആടിയുലഞ്ഞാണ് ഇവ നടക്കുന്നത്. Muzzle is black and nose is upturned. Color of male is silver grey to iron grey. Female are lighter. Milk yield per lactation 1300. Milk yield per lactation 1300 kg. They are good draught animals with excellent speed. പ്രധാനമായിട്ടും കാങ്ക്രജ് സിൽവർ ഗ്രേ കളറിലാണ് കാണപ്പെടുന്നത്. ഫീമെയിൽസ് ആകുമ്പം കുറച്ച് ലൈറ്റർ ഷെയ്ഡിലോട്ട് വരും. മിൽക്ക് ഈൽഡ് വരുന്നത് 1300 kg ആണ്. പെർ ഇയർ ആണേ പറയുന്നത്. ദേ ആർ ഗുഡ് ഡ്രോട്ട് അനിമൽസ് വിത്ത് എക്സലൻറ്റ് സ്പീഡ്. നല്ല സ്പീഡുള്ള ഡ്രോട്ട് അനിമൽസിനകത്ത് വരുന്നതാണ് കാങ്ക്രജ് എന്ന് പറയുന്നത്. PSCയുടെ ഇഷ്ട വിഷയമാണ് കാങ്ക്രജ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 1.25 പേസ് എന്നാണ് ഇതിൻ്റെ നടത്തത്തിനെ പറയുന്നത്. മറ്റൊരു പേര് സവായിച്ചൽ എന്നാണ്. സവായിച്ചൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ കാങ്ക്രജാണ്. സവായിച്ചൽ എന്നറിയപ്പെടുന്നത് കാങ്ക്രജ്. കാങ്ക്രജിൻ്റെ ഹോണിൻ്റെ ഷേപ്പ് ക്രൗൺ ഷേപ്പ്ഡ്, ക്രസൻറ്റ് ഷേപ്പ്ഡ് ഓർ ലയർ ഷേപ്പ്ഡ് ആയിരിക്കും.
ബോഡി വെയ്റ്റ് വരുന്നത് 500 കിലോഗ്രാമാണ്. ഡ്രോട്ട് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ നല്ല വർക്കിംഗ് എബിലിറ്റിയാണ് ഇതിനുള്ളത്. മാത്രമല്ല പാലും നല്ലപോലെ തരുന്നുണ്ട്. ഹരിയാന. ഒറിജിൻ ഹരിയാന തന്നെയാണ്. ഹരിയാന സ്വദേശിയാണ് ഹരിയാന. ലോങ് ആൻഡ് നാരോ ഫേസ്, ഫ്ലാറ്റ് ഫോർഹെഡ് ആൻഡ് എ വെൽ മാർക്ക്ഡ് ബോണി prominence at the center of the poll. Ears are small, slightly pendulous, stumpy horns, thin tail with a black switch. Navel flap is absent. Very important ആണ്, navel flap absent ആണ്. Color, the popular color is white or light grey. Milk yield per lactation 1400 kilogram. The bullocks are good work animals. Cows are good milkers. വലിപ്പം കുറഞ്ഞ ചെറിയ മുഖമുള്ള പശുക്കളാണ് ഹരിയാന എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ നിറത്തിലാണ് ഇവ കാണുന്നത്. കട്ടി കുറഞ്ഞ ചെറിയ കുറ്റിക്കൊമ്പുകളാണ് ഇവയ്ക്കുള്ളത്. പൊതുവെ ഇതൊരു ചെറിയ ബ്രീഡാണ്. പാലിന് വേണ്ടിയും മറ്റ് ജോലിക്കും ഇവയെ ഉപയോഗിക്കുന്നു. പ്രധാനമായും ട്രാൻസ്പോർട്ടേഷനാണ് ഹരിയാന കൂടുതലായും ഉപയോഗിക്കപ്പെടുന്നത്. ലാക്ടേഷൻ വരുന്നത് 1400 കിലോഗ്രാം ആണ്. ലാക്ടേഷൻ വരുന്നത് 1400 കിലോഗ്രാം. അടുത്തത് താർപാർക്കർ. താർപാർക്കറിൻ്റെ പ്രത്യേകതകൾ. ഒറിജിൻ താർപാർക്കർ ഡിസ്ട്രിക്റ്റ് ഓഫ് പാകിസ്ഥാൻ. സിനോണിം വൈറ്റ് സിന്ധി. വൈറ്റ് സിന്ധി എന്നറിയപ്പെടുന്നത് താർപാർക്കറാണ്. മീഡിയം സൈസ്ഡ് ബട്ട് സ്റ്റോക്കി അനിമൽ. ബ്രോഡ് ഫോർഹെഡ്. ഹോൺസ് എമർജ് ലാറ്ററലി ഇൻ ദ സെയിം ലൈൻ ആസ് ദ പോൾ with blunt points. Thin tail with black switch. Color white or grey. The cows are good milkers. Milk yield per lactation 1300 kilogram. വൈറ്റ് സിന്ധി താർപാർക്കറും റെഡ് സിന്ധി സിന്ധിയുമാണ്. സിന്ധി മിൽച്ച് ബ്രീഡാണ്. അധികം വലിപ്പമില്ലാത്ത മീഡിയം സൈസ്ഡ് അനിമലാണ് താർപാർക്കർ. അത്യാവശ്യം നല്ല രീതിയിൽ പാല് തരുന്ന വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ കളറുള്ള കാറ്റിലാണ് താർപാർക്കർ എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ, വൈറ്റ് സിന്ധി എന്നറിയപ്പെടുന്ന ബ്രീഡ് ഏത്? താർപാർക്കർ. നിങ്ങളുടെ സപ്പോർട്ടാണ് ചാനലിൻ്റെ വിജയം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് നൽകുക. എൻ്റെ ക്ലാസ്സിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. കൂടുതലായി എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.